വെൽക്കം സ്നേഹ ആർ നായർ. താങ്ക് യു. അതെ, ഇത്രയും ദിവസം സ്നേഹ കുറച്ച് വർക്കും കാര്യങ്ങളും വർക്ക് ലോഡ് ഉള്ളത് കൊണ്ട് സ്നേഹയ്ക്ക് വീഡിയോയിൽ വരാൻ കഴിഞ്ഞില്ല എന്നാണ് സ്നേഹ പറയുന്നത്. എന്നെ വിളിക്കാഞ്ഞിട്ടാണ്. എന്നെ വിളിച്ചാലും ഈ ഇന്ന് ഞായറാഴ്ച പിന്നെ ഞാൻ വന്നത്. ഞായറാഴ്ച ലീവാണല്ലോ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്നത് സന്തോഷ് പണ്ഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സന്തോഷ് പണ്ഡിറ്റിനെ. എനിക്കും ഇഷ്ടക്കുറവൊന്നുമില്ല, പറയുന്ന ചില കാര്യങ്ങളോട് അങ്ങനെയാണല്ലോ. എനിക്ക് അങ്ങനെ ചില കാര്യങ്ങളും തോന്നിയില്ല. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യം നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ചില കാര്യങ്ങളോട് യോജിപ്പില്ല, ചില കാര്യങ്ങൾ ഓക്കെ ആയിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ ജാങ്കോ സ്പേസിന് കൊടുത്തൊരു ഇന്റർവ്യൂവിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സന്തോഷ് പണ്ഡിറ്റ്. അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വയനാട് ഉണ്ടായ ഇൻസിഡന്റും അതിനെ തുടർന്ന് ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, വീട് വെച്ചു കൊടുക്കാം, സ്ഥലം വിട്ടുകൊടുക്കാം, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാം, അങ്ങനെ ഒരുപാട് എന്താ പറയുക അവരുടെ സ്നേഹം വയനാടിന് വേണ്ടി അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട്, ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓൺ ദ വേഞ്ഞ് വരാൻ പോവാണ്. ഈ ഒരു സാഹചര്യത്തിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു ഐഡിയ, അതായത് ഇതെങ്ങനെ ചെയ്യാം, ഏത് രീതിയിൽ ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിക്കാം എന്നുള്ള സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു വേർഷൻ, പ്ലസ് വാട്സാപ്പിൽ ഫോർവേഡ് ആയിട്ട് വന്നിട്ടുള്ള 2 ഓഡിയോ ക്ലിപ്പ്. ഓക്കെ, ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ള രീതിയിൽ വന്ന ഒരു 2 വോയിസ് ക്ലിപ്പ്. അതിൽ നമ്മളുടെ ഒരു അഭിപ്രായം ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ ആദ്യം വരാം. അപ്പൊ തംബ്നെയിലിൽ കൊടുത്ത പോലെ തന്നെ ഈ ബിരിയാണി, ദുരിതാശ്വാസ ക്യാമ്പിൽ ബിരിയാണി കൊടുക്കുന്നവർ, അതൊന്ന് നോക്കാം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ ഈ ഒരു പൈസ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, എങ്ങനെ ഇവരിലേക്ക് പെട്ടെന്ന് ഹെൽപ്പ് എത്തിക്കാം എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറയാം. സർക്കാരടക്കം പല ആളുകളും 400 വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പലരും വീടൊക്കെ വാഗ്ദാനം, ചിലർ 100 വീട്, ചിലർ 150 വീട്. ഞാൻ തന്നെ എഴുതി വെക്കുമ്പോൾ ഒരു 800-850 വീട് ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. വാഗ്ദാനം അക്കൗണ്ടുള്ള കൗണ്ട് ഒരിക്കലായിട്ടുണ്ട്. ഇപ്പൊ മാക്സിമം 400 വീടാണ് പോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ 800-850 വീടായിട്ടുണ്ട്. ശരി, നല്ല കാര്യം, അവർക്ക് ചെയ്തു കൊടുക്കുന്ന കരുതാം. പക്ഷേ ഈ ക്യാമ്പിൽ നിന്നും ആളുകൾ ഇറങ്ങുന്നു. ഹോം ഫ്രീ എന്ന് പറയുമ്പോഴേക്ക് ഒരു വീടാവൂലല്ലോ, അതിനൊരു സമയം എടുക്കും. അല്ല, ഇനി സർക്കാർ പുതിയൊരു വലിയൊരു വിശാലമായ നല്ലൊരു ടൗൺഷിപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ നമുക്ക് വിചാരിക്കാം, നമുക്ക് സംഭവിക്കായിരിക്കും. പക്ഷേ ഇതിനൊരു സമയം എടുക്കും. അപ്പൊ ക്യാമ്പിൽ നിൽക്കുന്ന ആദ്യ ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം, കുറെ പേര് സെന്റി അടിച്ച് ബിരിയാണി ഇതൊക്കെ കൊണ്ടു കൊടുക്കും. ചിലർ നന്മവരാന്ന് കാണിക്കാനോ അല്ലെങ്കിൽ സീരിയസ്ലി നന്മവരങ്ങളായിരിക്കും, അവരെന്തെങ്കിലുമൊക്കെ ക്യാമ്പിലേക്ക് വേണ്ടി ചെയ്യും. അതെല്ലാം നടക്കും. പക്ഷേ ആ ക്യാമ്പ് എത്ര ദിവസം? ഞാൻ ആലോചിക്കുന്നത്, ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയും നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ വീട് ആ സ്പോട്ടിൽ കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് പോകേണ്ടി വരും. നിങ്ങളുടെ വീടും എല്ലാ സാധനങ്ങളും അവിടെ പോയതാണ്, മനസ്സിലായില്ലേ? അപ്പോ ഈ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി വാടക വീട്ടിൽ കിട്ടിയ അവസ്ഥയിൽ അവർക്ക് അടുക്കള സാധനങ്ങൾ വേണം, കട്ടില് വേണം, കിടക്ക വേണം, അല്ലെ? ബേസിക്സ് പല കാര്യങ്ങളെ, ഭയങ്കര AC ഒന്നും ഇല്ലെങ്കിലും ബേസിക് സാധനങ്ങളൊക്കെ വേണമല്ലോ. ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് ചിന്തിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു സ്വന്തമായ ഒരു വീട് കിട്ടുന്നത് വരെ ഈ വ്യക്തി എങ്ങനെ ജീവിക്കും, ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെ പോകും, ആ മക്കൾക്കുള്ള ബേസിക്സ് പലതും പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ബാഗ്, ബുക്ക്. കാരണം ഇവിടെ നന്മമരങ്ങളായ ആൾക്കാർ അവിടെ ബിരിയാണിയും പൊറാട്ടയും ബീഫൊക്കെ കൊടുത്തിട്ടുള്ളൂ, അല്ലെ? എത്ര പേര് നോട്ട്ബുക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരെ പോയി, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഈ പറയുന്ന ചൂരൽമലയായാലും മുണ്ടക്കയായാലും ഈ പ്രദേശങ്ങളിൽ, ഇൻക്ലൂഡിങ് വിലങ്ങാടായാലും, സന്തോഷ് പണ്ഡിറ്റ് വർഷങ്ങൾക്ക് മുമ്പേ അവിടെ. സന്തോഷ് പണ്ഡിറ്റിനോട് ചോദിച്ച ചോദ്യം നേരിട്ട് എന്തുകൊണ്ട് ഈ ദുരന്തം നടന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്നാണ്. സന്തോഷ് പണ്ഡിറ്റ് ഉത്തരം പറയുന്നതിൽ ഇവിടെയാണ് എനിക്ക് സന്തോഷ് പണ്ഡിറ്റിനായിട്ടുള്ള ചെറിയൊരു വിയോജിപ്പ് വരുന്നത്. ഇവിടെ കൃത്യമായൊരു രാഷ്ട്രീയം സന്തോഷ് പണ്ഡിറ്റ് പറയുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. ഈ നന്മ മരങ്ങൾ എന്ന് പറയുന്നുണ്ട്, സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നത് നന്മയല്ലേ? സന്തോഷ് പണ്ഡിറ്റിന് വേറൊരാൾ നന്മ മരം എന്നപ്പോ വിളിക്കാൻ പാടില്ലേ? വിളിച്ചുകൂടെ? സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്, ഇനീഷ്യൽ സ്റ്റേജിൽ ഈ പറഞ്ഞ ക്യാമ്പുകളിലുള്ള ആളുകളിലേക്ക് ബിരിയാണിയും പൊറാട്ടയും ബീഫും, ഈ ബിരിയാണിയും പൊറാട്ടയും ബീഫും കൊടുക്കുന്നതിൽ എന്താ തെറ്റെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഭക്ഷണം എന്നുള്ള ഒരു ബേസിക് കാര്യമുണ്ട്. അപ്പോൾ ഒരു ഇൻസിഡന്റ്, ഒരു ഡിസാസ്റ്റർ ഉണ്ടായി, അവർ ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പിന്നെ കഞ്ഞിയും പയറും മറ്റേ ബന്നും ചായയും കട്ടൻ ചായയും കുടിച്ചാണോ ജീവിക്കണ്ടേ? അതല്ല, ഇത് സന്തോഷ് പണ്ഡിറ്റ് പറയണ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റ് ഫോക്കസ് ചെയ്യുന്നത് അവിടെയാണെന്ന് വിചാരിച്ചിട്ട് ഇനീഷ്യലി ക്യാമ്പിൽ കിടക്കുന്ന ആളുകളിലേക്ക് ബിരിയാണിയും പൊറാട്ടയും ബീഫും കൊടുക്കുന്നവരെ നന്മ മരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുച്ഛിച്ച വർത്തമാനം പറഞ്ഞല്ലോ.
അത് പറയാൻ പാടുമെന്നാണ് ഞാൻ അല്ല അതില് പറയുന്നുണ്ട് അത് ചിലപ്പോ നല്ലതാവാം ചീത്തയാവാം ചിലപ്പോൾ നല്ല അവിടെ നന്മ ചെയ്തവരെല്ലാവരും നന്മ ചെയ്തവരാണ്. അവിടെ സഹായിച്ചവര് സന്തോഷ് പണ്ഡിറ്റ് അടക്കം, അവിടെ ഒരു മണ്ണ് വാരി ഇങ്ങനെ കല്ല് മാറ്റി വെക്കാൻ സഹായിച്ചവരടക്കം എന്താണ് സഹായം ചെയ്തവരാണ്. അവിടെ ആർക്കും എന്തില്ല മുതലെടുപ്പോ അല്ലെങ്കിൽ അവിടെ വേറൊരു ചിന്തയായിട്ട് വയനാട് ആരും ചെന്നിട്ടില്ല. എല്ലാവരും അവരെ ഫുൾ മനസ്സോട് കൂടിയിട്ട് സ്വന്തം ആൾക്കാരെ പോലെ കണ്ട് ഇറങ്ങിയിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ പൊറാട്ട കൊടുത്തവനും ബീഫ് കൊടുത്തവനും ബിരിയാണി കൊടുത്തവനും എല്ലാവരും ചെയ്തത് നന്മയുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ സ്വയം ഞാൻ നന്മ ചെയ്യുന്ന ഒരാളാണെങ്കിൽ വേറൊരാൾ നന്മ ചെയ്യുന്നത് അതെന്താ അങ്ങനെ ലൈക്ക് ആ ഒരു സാധനം ഇവിടെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രം ചെയ്താൽ മതി മറ്റുള്ളവർ അല്ലല്ല, അങ്ങനെയല്ല. ആ ചെയ്തത് അതെന്തോ ഒരു എന്താ പറയാ, അതങ്ങനെയല്ല. സന്തോഷ് പണ്ഡിറ്റിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് പോകുന്നു, അവിടെ ആവശ്യമുള്ള ബേസിക് കാര്യങ്ങൾ പഠിക്കുന്നു, അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് സന്തോഷ് പണ്ഡിറ്റ് നല്ല കാര്യം. പക്ഷെ അത് വിചാരിച്ചിട്ട് അവിടെ ഇനീഷ്യലി ഇത് ചെയ്തവര് മോശക്കാരാവുന്നില്ല. മനസ്സിലായോ? അവര് ചെയ്ത പ്രവൃത്തി കൊണ്ട് അതൊരു ഉപകാരമില്ലാത്ത പ്രവൃത്തിയാവുന്നില്ല. ക്യാമ്പിലുള്ളവർക്ക് ബിരിയാണിയും പൊറാട്ടയും ബീഫും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് ആ ഭക്ഷണം അവർ കഴിച്ച് അവർക്ക് സന്തോഷമാണ് ആയിട്ടുണ്ടാവുക. കാരണം അവരവരെ വീട്ടിലൊക്കെ ബിരിയാണിയും പൊറാട്ടയും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരോ പുറത്തു പോകുമ്പോഴോ കഴിക്കുന്നവരായിരിക്കും. ക്യാമ്പിൽ കിടക്കുന്നവരാന്ന് വിചാരിച്ചിട്ട് അവരത് കഴിച്ചുകൂടായികയൊന്നുമില്ലല്ലോ, അവർക്ക് കൊടുത്തുകൂടായികയില്ലല്ലോ. സോ അത് ചെയ്തവരും നല്ലവരാണ്. അവരെ നന്മ മരങ്ങൾ എന്ന് പറയുമ്പോൾ സ്വയം നന്മ ചെയ്യുന്ന ആരും എന്താണ് ഒരു നന്മ മരം എന്നുള്ള ഫ്രെയിമിലേക്ക് തന്നെയാണ് ഇപ്പൊ പോകുന്നത് അല്ലേ. പിന്നെ ഈ നന്മ മരം എന്നുള്ള ഒരു കളിയാക്കൽ ടേമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതെ, കളിയാക്കൽ ടേമിലേക്കാണ് പോകാറ്. കാരണം ഈ ഓൺലൈൻ ചാരിറ്റി ചെയ്യുന്നവർ നന്മ മരങ്ങൾ എന്നുള്ളൊരു സാധനത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഇല്ലേ. അപ്പൊ എനിക്കെന്തോ ഈ പറഞ്ഞതിനോടൊരു കൈൻഡ് ഓഫ് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്, ബാക്കി നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോ. ഇതും കൂടി ഒന്ന് കേൾക്കണേ. ഞാൻ പറയുന്നത്, ഞാൻ കൂടുതലും നോക്കുന്നത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താണ് ചെയ്തത് അവിടെ? ഞാനിപ്പോ നിലവിൽ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വാടക വീട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് അവർക്ക് അടുക്കള സാധനങ്ങൾ, നിങ്ങൾ വാടക വീട്ടിൽ പോകുമ്പോൾ അവിടെ ഒന്നും ഇല്ല കയ്യില്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഏതോ ഒരാള് ഒരു കോടീശ്വരൻ 100 വീട് കൊടുക്കാന്ന് പറഞ്ഞു, മറ്റൊരു 50 വീട് കൊടുക്കാറുണ്ട്, വേറെ ആള് സ്കൂൾ ഉണ്ടാക്കി കൊടുക്കാം, കോളേജ് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാം ഫ്യൂച്ചർ ടെൻസ് ആണ്. നിങ്ങൾക്ക് ഇന്ന് വിശക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്താണെന്നുള്ളതല്ലേ നമ്മൾ നോക്കണം. നിങ്ങൾക്ക് ശാശ്വതമായി നിങ്ങളുടെ വിശപ്പ് മാറുന്നില്ലെങ്കിലും ഇപ്പൊ നിങ്ങൾ വിശക്കുമ്പോൾ 5 കൊല്ലത്തിന് ശേഷം നിങ്ങളുടെ വിശപ്പ് മാറ്റിലൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് തന്നെയല്ലേ ഈ ക്യാമ്പിലേക്ക് ബിരിയാണിയും പൊറാട്ടയും ബീഫും കൊടുത്ത ഈ സോക്കോൾഡ് എന്താ പറയാ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ നന്മ മരങ്ങൾ ചെയ്തത്. ഇപ്പൊ ആവശ്യമുള്ളത് അവരെ വിശപ്പടക്കാനുള്ള കാര്യങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല സാധനങ്ങൾ എന്ത് ചെയ്തു, അവർക്ക് കൊടുത്തു ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പൊ അത് സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന സമയത്ത് സന്തോഷ് പണ്ഡിറ്റിന്റെ ആ ഒരു വേർഷനും ബാക്കി ആളുകൾ ചെയ്യുന്ന സമയത്ത് അതിലൊരു കളിയാക്കൽ സാധനം, അത് സന്തോഷ് പണ്ഡിറ്റിന്റെ രാഷ്ട്രീയമാണ് അവിടെ സന്തോഷ് പണ്ഡിറ്റ് എടുത്ത് വെച്ചത് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാം. അതേ പറഞ്ഞാൽ ചില കാര്യങ്ങളോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ പറയുന്നത് ഓക്കെയാണ്, ഫെയർ ഇനഫ് എന്ന് വിചാരിക്കാം. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ് അടുത്തത് പറയുന്നത് കേട്ടോ, ഞാൻ ഈ പല സ്ഥലങ്ങളിൽ പോയി അനുഭവിച്ച് പറയാം. ഒരു 5 സെന്റ് സ്ഥലം, അപ്പൊ ഞാൻ പറയുന്നത് ഞാനൊരു സർക്കാരിന്റെ ഒരു ഭാഗമായിരുന്നു എങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് ചിന്തിക്കാൻ സാധ്യതയില്ല. ഞാൻ പറയുന്നത് ഒരു 20 ലക്ഷത്തിന്റെ വീടുണ്ടാക്കി കൊടുക്കാൻ വിചാരിക്കാം. ഒരു 7 ലക്ഷം രൂപ എന്റെ എവറേജ് ആണ് പറയുന്നത്. ഒരു 5 സെന്റ് സ്ഥലം 1 ലക്ഷത്തിന്റെ കിട്ടാനുണ്ട്. അല്ലെങ്കിൽ അവരോട് പറയാം നിങ്ങളെന്നെ സ്ഥലം കണ്ടെത്തിക്കോ എന്ന് പറയാം. ടൗൺഷിപ്പ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പ്രായോഗികമാണ് പറയുന്നത്. അപ്പോ ഈ ആളുകളുടെ ഒരു 5 സെന്റ് സ്ഥലം ഒരു 7 ലക്ഷത്തിന്റെ സംഘടിപ്പിച്ചു. 20 ലക്ഷത്തിന്റെ ഒരു വീട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ ഒരു വർഷമെങ്കിലും എടുക്കും. ഈ ഒരു വർഷത്തിന് ഒരു 8000 രൂപ നിങ്ങൾ മാസമുള്ള ഒരു വാടക വീട് സംഘടിപ്പിച്ചോന്ന് അവരോട് തന്നെ പറയാം. ഫ്രീ ആയിട്ട് തന്നെ കിട്ടാൻ ചിലത് പൈസ പോകും. അപ്പൊ എന്തായി, 12 മാസം എന്ന് പറഞ്ഞാൽ 96,000 രൂപ. 1 ലക്ഷം വിചാരിച്ചു. 2 ലക്ഷത്തിന്റെ വീട്ടു സാധനം വാങ്ങിച്ചു കൊടുത്താൽ ഞാൻ 30 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഒരു കുടുംബത്തിന് 30 ലക്ഷം ഉണ്ടെങ്കിൽ വീടൊന്നും നമുക്ക് ടൂയി കൊടുക്കാൻ ആർക്കും പറ്റില്ല. ഒരു 20 ലക്ഷം എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു സാധാരണ ഒരു അച്ഛനും അമ്മയ്ക്ക് 2 മക്കൾക്ക് നിൽക്കുന്ന പോലെ. ഒരു 30 ലക്ഷം സർക്കാർ ചെലവാക്കുകയാണെങ്കിൽ 100 വീടിന് എത്ര വരും? 3 കോടി 30 കോടിയോ. ഇതേപോലെ 500 വീടുണ്ട് സങ്കല്പിച്ചു. 400 ആണ് 500. എത്ര കോടി വന്നു? 150 കോടി വന്നു. ശരിയല്ല? ഇനി അവിടെ കുറെ ബിസിനസ് സ്ഥാപനങ്ങൾ തകർന്നിട്ടുണ്ട്, സംതിങ്. അതിനെല്ലാം കൂടി 50 കോടി കൂട്ടിക്കാം പോരെ? അല്ല,
അവരെ പുതിയ ബിസിനസ് സ്ഥാപനം തന്നെ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഇനി 200 കോടി സർക്കാരിന്റെ ഉണ്ടെങ്കിൽ തൽക്കാലം 100% അല്ല ഞാൻ പറയുന്നത്, ഒരു 200 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതായിരിക്കും ഞാനാണ് ഇത് ചിന്തിക്കുക. അങ്ങനെ 200 കോടി എത്താനും നമ്മൾ എന്ത് വേണം? ഇപ്പൊ ഈ വാടക വീട് അന്വേഷിച്ച് നടക്കുന്നവരോട് ഒരു വാക്കുകൂടെ പറയാം, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു 5 സെന്റ് സ്ഥലം നോക്ക്, 7 ലക്ഷം വരെ സർക്കാരിന്റെ സൈഡിൽ നിന്ന് തരാം എന്ന് പറഞ്ഞിട്ട് ഈ പൈസ അവർക്ക് വേഗം കൊടുത്ത് എത്രയും പെട്ടെന്ന്. കാരണം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യലും ഇപ്പൊ സർക്കാർ ലെവലിലാണെങ്കിൽ നമ്മളൊരു റെഡിമെയ്ഡ് ഒരു പ്ലാൻ ഉണ്ടാക്കുന്ന ഉടനെ അതിനെ അപ്രൂവ് ചെയ്ത് കൊടുത്ത് പിറ്റേ ദിവസം തുടങ്ങാലോ. അപ്പൊ 200 കോടിയുടെ ഒരു കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ റീബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ഒരു ഇതിൽ. അതിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെയല്ലേ അതുപോലെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതിനോട് സ്നേഹയുടെ ഒരു അഭിപ്രായം എന്താ? ഇമീഡിയറ്റ് ആയിട്ട് എല്ലാവർക്കും ഇതേപോലെ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവരോട് തന്നെ ഒരു സ്ഥലം കണ്ടെത്താൻ പറഞ്ഞിട്ട് അത് പ്രാക്ടിക്കൽ അല്ല. അവര് എല്ലാം തകർന്ന് എല്ലാം ഇല്ലാത്ത സമയത്ത് പോയിട്ട് ഇത് സ്ഥലം അന്വേഷിക്കാൻ നടക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഒരു കാര്യം പറയാം, അവിടെ 400 വീട് തകർന്നു എന്ന് പറയുമ്പോൾ തകർന്ന വീടുകളിൽ കംപ്ലീറ്റ്ലി ആരും ഇല്ല. അതായത് ഒരു വീട്ടിൽ ആരും ഇല്ലാത്തൊരവസ്ഥയിലുള്ള ഫാമിലീസ് ഉണ്ട്. അപ്പൊ അവരുടെ ഹൂസ് നെക്സ്റ്റ്, ആരാണ് ഇത് ടേക്കപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും ടേക്കപ്പ് ചെയ്യുമോ? ഇപ്പൊ ഞാൻ പറയാ, ഇപ്പൊ നമ്മളെ ഫാമിലിയിൽ ഒരു എൻറ്റയർ ഫാമിലി പോയി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ബ്രദറോ സിസ്റ്ററോ വന്നിട്ട് അത് ക്ലെയിം ചെയ്യൂ? റെയർ ചാൻസ് ആണ്. ഒരിക്കലും അങ്ങനെ ചെയ്യുന്നൊരു മനസാക്ഷി ഇല്ലാത്തവരൊന്നുമില്ല. സോ ഇതിനൊരു നമ്പർ കൗണ്ട് ഇപ്പോഴും എന്തായിട്ടില്ല. ഇത് ഇനീഷ്യലി എന്താ സംഭവിച്ചെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, നമ്മുടെയൊക്കെ സ്നേഹം എന്നുള്ള നിലയ്ക്ക് പലരും പല എന്ത് ചെയ്തു, സഹായങ്ങളും വാഗ്ദാനങ്ങളും കൊടുത്തു. ഇനി ഇതിനൊരു കണക്ക് വരണം, എത്ര പേർക്കാണ് വീട് വേണ്ടത്, ഭാഗികമായി തകർന്നവരെത്ര, കംപ്ലീറ്റ്ലി തകർന്നു പോയവരെത്ര, അതിൽ തന്നെ ഇനി ഒരു വീട്ടിൽ ബാക്കിയുള്ളവരെത്ര. ഇതൊക്കെ കണക്കെടുത്ത് ഒരു എക്സാക്ട് ഫിഗർ നോക്കിയിട്ടാവും ഇത്ര വീടാണ് വേണ്ടത്. അപ്പൊ ആരൊക്കെയാണ് വീടിന് അല്ല ഇനി ആരൊക്കെയാണ് ഇതിന് വീട് ആവശ്യമായിട്ടുള്ളവര്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത് തന്നെ കണക്ക് വരുമ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യും, ആരൊക്കെയാണ് വീടിന് ഓഫേഴ്സ് തന്നത്, വാഗ്ദാനം പറഞ്ഞത് എന്നുള്ളത് ലിസ്റ്റ് എടുത്തിട്ട് അവരെ ഇന്ന് എന്ത് ചെയ്യണം വീട്. അപ്പൊ ഈ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ ഐഡിയയിലേക്ക് ഗവൺമെന്റ് പോകാൻ കാരണം എനിക്ക് തോന്നുന്നത് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് വരണം. ടൈം എടുക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, ടൈം എടുക്കും. പക്ഷെ ടൈം എടുക്കുമ്പോൾ അതിലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എന്തുണ്ട്, ഒരു പ്രൊസീജിയർ, ഒരു പ്രോസസ്സ് അതിനകത്തുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും ഒരു 7 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം വെച്ച് കൊടുത്തിട്ട് സ്ഥലം മേടിച്ചു എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പറ്റുക വയനാട് എന്ന് പറഞ്ഞാൽ പ്രകൃതി ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇപ്പോൾ ഒരാൾ പോയിട്ട് വീണ്ടും ഒരു മലേൻ്റെ അടിയിൽ പോയി വീട്, ഇപ്പം 7 ലക്ഷം കിട്ടിയ ഒരാൾ 7 ലക്ഷത്തിന് ഇപ്പോൾ വില കുറഞ്ഞ സ്ഥലത്ത് കുറച്ചധികം ഭൂമി കിട്ടുന്ന പറഞ്ഞിട്ട് അവിടെ പോയിട്ട് കുറച്ചധികം ഭൂമി മേടിച്ചു എന്ന് വിചാരിച്ചു, 7 ലക്ഷം സർക്കാർ കൊടുത്തതും വെച്ചിട്ട് അയാൾ വീണ്ടും മലേൻ്റെ അടിക്ക് തന്നെ പോകണം. അപ്പം ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യരുത്, സർക്കാർ ഒരു ടൗൺഷിപ്പ് വയ്ക്കുമ്പോൾ അവരെന്ത് മേക്ക് ഷുവർ ചെയ്യും, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാൻ റെയർ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലെ ഇവരെന്ത് ചെയ്യുള്ളൂ, കൊണ്ടുപോയി സെറ്റിൽ ഡൗൺ ചെയ്യുള്ളൂ. പിന്നെ ഒരു ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാൻ കാരണം എനിക്ക് തോന്നുന്നത് മേ ബി ഈ പറഞ്ഞൊരു എൻറ്റയർ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലം മൊത്തത്തിൽ പോയതാ. വീടുകളും സ്കൂളും പള്ളിയും അമ്പലവും ഷോപ്പ് അവിടെ എല്ലാം പോയി. അത് റീബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി അതേപോലത്തെ എന്ത് വേണം, ഒരു ഗ്രാമം തന്നെ ബിൽഡ് ചെയ്യേണ്ട ഒരു അപ്പൊ ഒരു ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ ഐഡിയക്ക് അങ്ങനെ പോയതായിരിക്കാം. ഇവിടെ എന്തോ എനിക്ക് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ ടൈമിൽ ഇത് ചിന്തിക്കാവുന്നതാണ്, ഒരു കോമൺ മാൻ അത് ചിന്തിക്കും. അതായത് സർക്കാർ എന്തിനാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ. അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കിട്ടിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച തുക 100 കോടി കവിഞ്ഞു. 100 കോടി കവിഞ്ഞു എന്നാണ്. അതിൻ്റെ ഓൾറെഡി അതിൽ കുറച്ച് പൈസ ഉണ്ട്. എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ ഒരു 250-300 കോടിക്ക് എല്ലാവരും സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണമെങ്കിൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. പക്ഷെ അത് സിസ്റ്റമാറ്റിക് ആയിട്ടാവുമോ, എല്ലാവരിലേക്കും എത്തുമോ എന്നുള്ളതും, പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പലരും പല സ്ഥലങ്ങളിലേക്ക് തെറിച്ചു പോയി. ഇവരൊക്കെ വീണ്ടും സേഫ് ആയിട്ടുള്ള സ്ഥലത്താണോ പോയിരിക്കുന്നത് എന്നുള്ളതും അത് കുറച്ച് ഭയങ്കര നൂലാമലയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പിന്നെ ചിലരെന്ത് ചെയ്യുന്നറിയോ, ഈ പൈസ ഇനീഷ്യലി കിട്ടുമ്പോൾ അവർ അവിടുന്ന് ചിലപ്പോൾ വിട്ടുപോകും, പേടിയാവും, വിട്ടുപോകും, അവർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് സെറ്റിൽ ഡൗൺ ആവും. അപ്പം അതിൻ്റെ നൂലാമലകൾ വേറെ. അപ്പോൾ ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് ഇമീഡിയറ്റ്ലി ഇത്ര പൈസ അവരിലേക്ക് കൊടുക്കുക എന്നുള്ളത്. ചിലപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ സർക്കാർ ഇതൊക്കെ അടിച്ച് മാറ്റുകൂടി എന്നുള്ളൊരു പേടി കൊണ്ടും ആയിരിക്കാം ഇതിങ്ങനെ പറയുന്നത്. ഈ സമയത്ത് മറ്റേത് ഓർമ്മ ഉണ്ട്, അന്ന് ലാലേട്ടൻ വന്നപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ ഇപ്പം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരും ഉണ്ടാവില്ല, ലാലേട്ടൻ പറഞ്ഞില്ലേ. അത് സംഭവം എനിക്ക് ഓർമ്മ വന്നത്. അത് അവർക്കും ഒരു പേടി ഉണ്ടാവും ആൾക്കാർക്ക്. ഇപ്പോഴൊക്കെ സഹായങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് അങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാ സഹായം ഇപ്പൊ എല്ലാവരും പറയും, സഹായം കൊടുക്കാന്ന് പറയും. കാര്യത്തോടടുത്ത് ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു ദുരന്തം
സംഭവിച്ചു. ആ ദുരന്ത സ്ഥലത്ത് നിന്ന് അവരെ റീലൊക്കേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് ടൗൺഷിപ്പ് വെച്ച് വരാൻ കുറെ സമയം പിടിച്ചു. കിട്ടിയ സ്ഥലങ്ങളും ചോർന്നൊലിച്ച് അവർക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ട്. ഈ വാടക ഇത് ഞാൻ പറയുമ്പോൾ ഇതിനൊരു സൊല്യൂഷൻ, ഈ വാടക വീടിന്റെ സൊല്യൂഷൻ എങ്ങനെ വരികയെന്ന് വെച്ചെങ്കിൽ ആ പ്രാദേശികമായിട്ടുള്ള ഇത് ദുരന്തം നടന്ന സ്ഥലത്തും അതിന്റെ ചുറ്റുവട്ടത്തും ഉള്ള പാർട്ടിക്കാരും അവിടുത്തെ NGOs അവരാണ് എന്ത് ചെയ്യേണ്ടത്, ഈ സംഗതിയിൽ കുറച്ചുകൂടി മുന്നിട്ട് ഇറങ്ങേണ്ടത്. പഞ്ചായത്ത് അങ്ങനെ ചെറിയ ഗവേണിംഗ് ബോഡീസ് ഉണ്ടല്ലോ, അവരും പിന്നെ അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും പാർട്ടിക്കാരും മതപരമായിട്ട് വരുന്ന കുറെ കൂട്ടായ്മകളും ഒക്കെ ഇറങ്ങി തിരിച്ചിട്ട് അവരെന്ത് ചെയ്യണം, ഈ കാര്യത്തിൽ ഇൻവോൾവ് ആവണം. ഓക്കെ, അതിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മുഖ്യമന്ത്രിയുടെ ഫണ്ടെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അല്ലാതെ ഒറ്റയടിക്ക് ഇവരാരെ ഇൻവോൾവ്മെന്റും ഇല്ലാതെ നേരിട്ടിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഇത് അന്വേഷിക്കാനും അതൊക്കെ പാടായിരിക്കും. മാനസികാവസ്ഥയും കൂടി നോക്കണ്ടേ. പിന്നെ ഇത് തന്നെ ഒരു വോയിസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 500 വീടുകളാണ് ഈ ഉരുൾപൊട്ടലിൽ തകർന്നു പോയേക്കണത്. ഇത് കൃത്യമായിട്ട് കണക്കെടുത്തിട്ട് ഓരോ വീട്ടുകാർക്കും ഒരു 50 ലക്ഷം രൂപ ക്യാഷായിട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ 48 മണിക്കൂറും കൊണ്ട് അവിടുന്ന് സ്ഥലം കാലിയാക്കി അവൻ അടുത്ത സംവിധാനം ചെയ്തോളും. ഈ ഗവൺമെൻറ്റിൻ്റെ മിഷനറി ഒന്നും ഇനി ചലിക്കേണ്ട കാര്യമില്ല. ഇതല്ലേ സത്യത്തിൽ ചെയ്യേണ്ടത്. 50 ലക്ഷം രൂപ വെച്ച് 500 വീട്ടുകാർക്ക് കൊടുക്കാൻ 250 കോടി രൂപ മതി. 1650 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ കിടപ്പുണ്ട്. അത് പഴയ പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും ഒക്കെ പൈസ കിടപ്പുണ്ട്. പിന്നെ ഇപ്പം തന്നെ ഒരു 150 കോടിക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട്. ഇനി സർക്കാർ ഉദ്യോഗസ്ഥരുടെ 5 ദിവസത്തെ സാലറി ചലഞ്ച്, അതും കോടികൾ കിട്ടും. ഇതിന് ഈ 250 കോടി രൂപ ഈ ജനത്തിന് കൊടുത്താൽ ജനത്തിന് സന്തോഷമാവും. അവർ എവിടെയെങ്കിലും മാറി ആദ്യം താമസിച്ചാൽ അവരൊരു 4-5 സെൻറ്റോ സ്ഥലം മേടിച്ച് 2-3 അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ അവർ സെറ്റിൽഡ് ആയിക്കോളൂന്നേ. അത് ചെയ്യാത്തതിന് പകരം ഇനി ഇതിൻ്റെ പ്രൊജക്റ്റും തയ്യാറാക്കി ഇവരെ മാറ്റി ഒരു വീട് കിട്ടിയെങ്കിൽ പറയാൻ കിട്ടിയെന്ന് ഒരു 450 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും പണിത് കൊടുക്കും. ഇവരെ നരകിക്ക് വിട്ട്. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാനും ഇല്ലാവൂ. നമുക്ക് ഈ ബുദ്ധി വരുന്നുണ്ട്, ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഈ ബുദ്ധി എന്താണോ വരാത്ത രാഷ്ട്രീയം. സെയിം കാര്യം തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റും പറഞ്ഞത്. ഓക്കെ, കാരണം ഒരു പ്ലാനൊക്കെ ഇട്ട് സംഗതിയൊക്കെ പദ്ധതിയൊക്കെ ആയി വരുമ്പോഴത്തേക്ക് സമയമാവും. പിന്നെ ഈ പറഞ്ഞ വാഗ്ദാനം ചെയ്തവരെയൊന്നും പൊടി പോലും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, കാണൂല. എനിക്ക് ഇത് ഇയാള് മറ്റേ 50 ലക്ഷം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ എനിക്ക് എന്താ ഓർമ്മ അറിയോ, പണ്ട് പത്മനാഭസ്വാമി അമ്പലത്തിൽ കുറെ കോടിക്കണക്കിന് സ്വത്തുണ്ടല്ലോ, അത് എല്ലാവർക്കും ഓരോ കോടി വെച്ച ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാല് എല്ലാവരും ദാരിദ്ര്യം ഉണ്ടാവില്ലല്ലോ ഈ ലോകത്ത് നല്ല രീതിയിലാണല്ലോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കറിയില്ല എങ്ങനെ അത് ഇക്വേറ്റ് ചെയ്തത്. അല്ല, എനിക്ക് അതാണ് ഓർമ്മ വന്നത് പെട്ടെന്ന്. അത് അങ്ങനെ ഒരാൾക്ക് 50 ലക്ഷം കൊടുക്കുന്ന കാര്യം പറയുമ്പോ എനിക്ക് അത് ഓർമ്മ വന്ന്. പണ്ട് അങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നല്ലോ, ഓരോരുത്തർക്ക് ഓരോ കോടി കൊടുത്താൽ ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ പോലെ. ഇത് എനിക്ക് പേഴ്സണലി സർക്കാർ ചെയ്യുന്നതിനൊരു ട്രാൻസ്പെറൻസി വേണം. ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യണം, വൃത്തിക്ക് ചെയ്യണം. ഇതിനു മുമ്പ് ബാക്കിയുള്ളവർക്ക് ചെയ്തു കൊടുത്തിട്ട് അവരുടെ അവസ്ഥകൾ അവർ ഓൾറെഡി ഷെയർ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി. അവർക്ക് കിട്ടിയ വീടും വസ്തുവും സ്ഥലമൊക്കെ എത്രത്തോളം ക്വാളിറ്റി ഇല്ലാന്നൊക്കെ ഉള്ളത് അവർ വിളിച്ച് പറയുന്നുണ്ട്. കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ വേറൊരു വോയിസ് കൂടി പ്ലേ ചെയ്യാം. ഏതായാലും ഈ മെസ്സേജ് ഇട്ട ആള് എന്തായാലും ഒരു ബിഗ് സല്യൂട്ടിന് അർഹനാണ്. 50 ലക്ഷം ഒന്നും വേണ്ട, ശരിക്കും പറഞ്ഞാൽ ഒരു 20 ലക്ഷം കൊടുത്താൽ മതി ആ കുടുംബം കശിലാവാൻ. 50 ലക്ഷം ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. 20 ലക്ഷം കൊടുത്താൽ തന്നെ ആ കുടുംബം കശിലായി പോകും. ഏതായാലും 2019 പുത്തുമലയുണ്ടായ ദുരന്തത്തിന് ഇരയായ ആളാണ് ഞാൻ അതിൻ്റെ അനുഭവസ്ഥനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം. നമുക്ക് അന്നത്തെ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ട് നമുക്ക് അന്ന് 54-60 വീടേറ്റിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. 17 ആൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനമായത് നമുക്ക് നഷ്ടപ്പെട്ട വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകൾക്ക് 10 ലക്ഷം രൂപയാണ്. അത് പൈസയായിട്ട് വേണമെങ്കിൽ മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് തീരുമാനം ഉണ്ടായത്. ആ പൈസയ്ക്ക് അപേക്ഷിച്ചപ്പോൾ പൈസ ആയാലും നമുക്ക് 5-ൻ്റെ പൈസ കൈകൊണ്ട് തൊടാൻ പറ്റില്ല. അത് നമ്മൾ എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതൊരു 4 ലക്ഷം രൂപയോ 6 ലക്ഷം രൂപ സ്ഥലത്തിനും ആരാണോ സ്ഥലം തരുന്ന അവരെ പേരിലേക്ക് കയറും. 4 ലക്ഷം രൂപ വീടിനും കിട്ടും. ഇതാണ് സത്യം. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു മാതൃഭൂമി കൊടുത്തതിൽ ഒരു സ്ഥലവും കിട്ടി, അതിലൊരു വീടും കിട്ടി. സംഘടനകൾ വെച്ച് കൊടുത്തൊരു വീടും. സർക്കാരിനായാലും മുടക്കൊന്നുമില്ല. സർക്കാരിനൊരു 4 ലക്ഷം രൂപ
അതിൽ മുടക്കാകെ, ബാക്കിയൊക്കെ സംഘടനകളാണ്. പിന്നെ ഒരു വീട്, അത്രയേ ഉള്ളൂ. വീട് എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. അതിൽ താമസിക്കലൊക്കെ ഒരു സത്യമാ പറഞ്ഞ ഒരു അവസ്ഥയാണ്. പിന്നെ നമ്മളെല്ലാം നഷ്ടപ്പെട്ടിട്ട് കിട്ടുമ്പോൾ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇതാണ് അതിൻ്റെ അവസ്ഥ. അതും വാടകക്കാരനെ പോലെ നിൽക്കുക ആ വീട്ടിൽ. ഒരു വിൽപ്പന പറ്റില്ല, ലീസിന് കൊടുക്കാൻ പാടില്ല, വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല, ഞാനല്ലാതെ വേറൊരാൾ താമസിക്കാനും പാടില്ല. ഇതൊക്കെയാണ് അതിൻ്റെ വ്യവസ്ഥകൾ. ഈ 20, 12, 25 വർഷമായിട്ടാണ് അതിൻ്റെ ശരിക്കുള്ള വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. ആ വ്യവസ്ഥൻ്റെ ഇടയ്ക്ക് സർക്കാരിന് ഏത് നിമിഷവും നമുക്ക് നമ്മളെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം. ഇതാണ് അതിൻ്റെ വ്യവസ്ഥ ശരിക്കും പറഞ്ഞാൽ. ഒരു വാടകക്കാരനെ പോലെ നിൽക്കുക. ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ വരുന്ന ഫണ്ടുകൾ എവിടേക്കാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അത്രയും കോടികൾ പുത്തുമല ദുരന്തത്തിലുണ്ടായ സമയത്ത് ആ കോടീൻ്റെ കണക്കൊന്നും പറയുന്നില്ല. അത്രയും ഫണ്ട് ഒഴുകിയെത്തിയിട്ടുണ്ട്. പക്ഷേ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. സംഘടനകളോ മറ്റുള്ളവരൊക്കെ വീട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളതിൽ ഒരു വാടകക്കാരനെ പോലെ ഒരു ദാനം കിട്ടിയ ആളുകൾ ഇരിക്കുന്ന പോലെ ഇരിക്കുക. ഇതാണ് അവസ്ഥ. നമ്മളെ നഷ്ടപ്പെടുന്നതൊക്കെ ഇതിനും വലിയൊരു ഭീമമായ സംഖ്യയാണ് നഷ്ടപ്പെടുന്നത്. ഈ വ്യക്തി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഭയങ്കര കഷ്ടമാണ്. പക്ഷെ ഇതല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൊടുക്കണമെന്നാ ഞാൻ അതല്ലാതെ വേറെ വഴിയില്ല. അതാണ് മെയിൻ പ്രശ്നം. ചെയ്തു കൊടുക്കാം, ചെയ്തു കൊടുക്കാം. എങ്ങനെ ചെയ്തു കൊടുക്കാം? സർക്കാർ ചെയ്യുന്നതല്ലാതെ വേറെ സംഘടനകൾക്ക്, ഇപ്പോ വേറെ സംഘടനകൾ പൈസ പിരിച്ച്, ഒരുപാട് സംഘടനകൾ പൈസ പിരിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് വീട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടേതായ രീതിയിൽ ലാൻഡ് അക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇത് കൊടുക്കാം. പക്ഷെ അങ്ങനെ കിട്ടുന്നവർക്ക് അപ്പോൾ സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അവർ കിട്ടുമോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ. ആക്ച്വലി ഞാൻ പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെയും ആ വോയിസിൽ പറഞ്ഞ പോലെ ഇമീഡിയറ്റ് ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യണം, സഹായങ്ങൾ എത്തണം. പക്ഷെ ഇപ്പം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ടു ഏർലി തോന്നുന്നു. കാരണം പുത്തുമലയിലെ കേസ് പോലെയല്ല മുണ്ടക്കൈയിലെ കേസ്. കേരളത്തിൽ വേറെ ഏത് ഡിസാസ്റ്റർ ഉണ്ടായതിനേക്കാൾ വേഴ്സ്റ്റ് സിനാരിയോ ആണ് മുണ്ടക്കൈയിലെ കേസ് ഉള്ളത്. ഇതൊക്കെ എന്താ അറിയോ, പഠിച്ചു വരുന്ന ഓരോ റിപ്പോർട്ട് കൊടുത്ത് അപ്രൂവൽ ആയ സമയം പിടിക്കും. കാരണം ചിലരുടെയൊക്കെ ബോഡി കിട്ടുന്നത് അവിടുന്ന് ഇവിടുന്ന് ഓരോ പീസുകളായിട്ട്. ഒരു വീടിനകത്ത് DNA ടെസ്റ്റ് നടത്തി ഇത് ഇന്ന ആളുടെ ഇന്ന ആളാന്നൊക്കെ അറിയാൻ കുറെ സമയം. ബാക്കി ഇവിടെ ഇങ്ങനെ കേരളം ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ കണ്ടിട്ടില്ല. സോ ഇതിൽ ഡെഫിനറ്റ്ലി സമയം പിടിക്കും. സമയം പിടിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, ഒരു ലിസ്റ്റ് വരും. ഈ ലിസ്റ്റ് വന്നതിന് ശേഷം പിന്നെ വീണ്ടും എന്ത് ചെയ്യുള്ളൂ, വീടോ കാര്യങ്ങളോ എങ്ങനെയാണ് ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അടുത്തൊരു പ്ലാനിങ്ങും സാധനങ്ങളൊക്കെ വരും. പക്ഷേ ഇവിടെ അപ്പോൾ ഞാൻ പറയുമ്പോൾ ഗവൺമെൻറ് മേക്ക് ഷുവർ ചെയ്യേണ്ടത് ക്യാമ്പുകളിലുള്ള ആളുകൾ അവർക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഒരു 1-2 ആഴ്ച കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് ഇറങ്ങും ചെയ്യും. അവരിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ മാതിരി നാട്ടിലെ ലോക്കൽ ഗവേണിംഗ് ബോഡീസും ആ നാട്ടിലുള്ള മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള കൂട്ടായ്മകൾ ഒന്നിച്ച് കൂടി ചേർന്നിട്ട് ഇതിലൊരു തീരുമാനമെടുത്ത് അവർക്ക് വാടക വീടുകളിലേക്ക് മാറ്റി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എത്തിച്ച് അങ്ങനെ ചെയ്യണം. ഒരൊറ്റ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട്, ഒരൊറ്റ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ഒരു റൂം തൽക്കാലത്തേക്ക് കൊടുത്തിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വീട്. അവന് ഒറ്റ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പെട്ടെന്ന് പറ്റൊന്നുമില്ല. എന്താണെങ്കിലും ഇനി നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇതിലിനി എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധിവാസമാണ്. അതിനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ ഫണ്ടും കുറേ വാഗ്ദാനങ്ങളും മുഖ്യമന്ത്രിയുടെ കയ്യിലും ഗവൺമെന്റിന്റെ കയ്യിലും ഉണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം. ഇതിനു മുമ്പുള്ള ഡിസാസ്റ്ററിലൊക്കെ ഉള്ളവരെ അനുഭവിപ്പിച്ച പോലെ ഇപ്പം ഈ വോയിസിൽ കേട്ട വ്യക്തിക്ക് പറയുന്ന പോലെ ആ രീതിയിലാവരുത്. പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കാരണം ആളുകൾ വേറൊരാളെ അത് നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം നമ്മളെ കണ്ണിന് ഉള്ളൊരു ഡിസാസ്റ്റർ കാണുമ്പോൾ കയ്യും മെയ്യും ഒഴിഞ്ഞ് ആളുകളെ സഹായിക്കുന്നതുകൊണ്ടാണ്. കൃത്യമായി നമ്മളെ സഹോദരങ്ങൾക്ക് ഇത് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അവർ ദുരിതപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യരുത്. ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തിട്ട് എന്തൊരു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് ഇതിന്റെ മുകളിലാണ്. അപ്പം ക്രെഡിബിലിറ്റി കിടക്കുന്നത് എവിടെയാ? ഈ ആളുകളെ റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ഫെസിലിറ്റീസ് കൊടുക്കുന്നു, അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതിന്റെ മുകളിലാണ് ഇതിനൊക്കെ ക്രെഡിബിലിറ്റി ഇരിക്കുന്നത്, വിശ്വാസ്യത ഇരിക്കുന്നത് അതിന്റെ മുകളിൽ. അപ്പം അത് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരും ചോദ്യം ചെയ്യില്ല. സിമ്പിളാണ് കാര്യം. നിർത്തല്ലേ? ഓക്കെ ഗൈസ്, ബൈ.